അങ്ങനെ ഫൈനലി ഞാൻ യൂറോപ്പിലോട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയ ഇതാണ്ട് നമ്മുടെ വിമാനത്താവളത്തിൽ നിന്ന് ഞാൻ സ്വാഗതം പറയുവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള വിയന്നയുടെ വിമാനത്താവളത്തിലാണ്. കഴിഞ്ഞ ദിവസം കിടന്നത് ഈ കാണുന്നതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി മാൾട്ടയിൽ നിന്ന് വന്നു, ഇവിടെ കിടന്നുറങ്ങി, രാവിലെ എണീറ്റു. സത്യത്തിൽ പ്രശ്നം എന്തെന്നോ, ഞാൻ ഓസ്ട്രേലിയയിലോട്ട് വരാനായിട്ട് ഫ്ലൈറ്റ് ഓൾറെഡി ലോങ് ടൈം ബാക്ക് ബുക്ക് ചെയ്തു. അതായത് ഒരു 1 വീക്കിന് മുന്നേ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ ഞാൻ രാത്രി വന്നിട്ട് രാത്രി തന്നെ ബസ് എടുത്ത് കരോളയുടെ വീട്ടിൽ വേറെ സിറ്റിയിലോട്ട് പോകാനായിട്ട് ബസ് നോക്കിയപ്പോൾ 30 യൂറോ, 3100 രൂപ അടുപ്പിച്ച് വരും. 3020, 3030 രൂപ അടുപ്പിച്ച് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ബുക്ക് ചെയ്യണ്ട. പക്ഷേ രാവിലെ, അതായത് രാവിലെയുള്ള ബസ്, അതായത് ഇന്നലെ രാത്രിയാണല്ലോ എത്തിയത്, രാവിലെയുള്ള ബസ്സിന് ഒരു 10,500 രൂപയുടെ അകത്തേ ഉള്ളൂ, 1000 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് മറന്നുപോയി. ഇന്നലെ ഞാൻ എയർപോർട്ടിൽ വരുന്നതിന് മുമ്പ്, ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം രാവിലെയുള്ള ടിക്കറ്റിനും 2,700 രൂപ അടുപ്പിച്ച്. അത് 2,700 കൂടുതൽ, അതായത് 27 യൂറോ കേട്ടോ. ഇന്നലെ രാത്രിയുള്ളത് 33 യൂറോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഈ 2 ബസ്സിലും പോകുന്നില്ല, രാവിലെ എണീറ്റിട്ട് ലിഫ്റ്റ് അടിച്ച് പോകുന്നത്. ഒരു നമ്മുടെ സൂര്യൻ ഉദിക്കൂലേ. പക്ഷേ ഞാൻ കിടന്നു താണ്ടെ ഒരു 7:30-8 മണി വരെ കിടന്നുറങ്ങിപ്പോയി. ഇനിയിപ്പോൾ 8 മണിയായപ്പോൾ പിന്നെ എൻ്റെ മൂഡ് പോയി. രാവിലെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഒന്ന് ഉച്ചയ്ക്ക് നല്ലപോലെ എങ്ങനെയെങ്കിലും ഒത്തായിരുന്നു. ഇപ്പം എൻ്റെ മൂഡും പോയി, ഇതും പോയി. ലാസ്റ്റ് ഞാൻ ബസ് ബുക്ക് ചെയ്തു. ജസ്റ്റ് ഒരു 2.5 മണിക്കൂർ ജേണിക്ക് 27 യൂറോ, 2,700 രൂപ കൊടുക്കേണ്ടി വന്നു. ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെയാണ് 27 യൂറോ. പക്ഷെ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ 27 യൂറോ എന്ന് പറയുന്നത് കുറച്ച് വലിയ എമൗണ്ടാണ് കേട്ടോ, 2.5 മണിക്കൂറിന്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വിയന്ന അന്താരാഷ്ട്ര വിമാനത്താവളം. ഞാൻ എപ്പോഴും കുറേ പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ള എയർപോർട്ടാണ്. കരോളയുടെ എവിടെയൊക്കെ വരുമ്പോൾ ഞാൻ യൂറോപ്പിൽ കൂടുതൽ വന്നിട്ടുള്ളത് ഓസ്ട്രേലിയയിലാണല്ലോ. അപ്പോൾ ഇപ്പോൾ വന്നത് കരോളയുടെ ഫാമിലിയിൽ ഒരു ബർത്ത്ഡേ ഉണ്ട്. ആ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വരൂലായിരുന്നു, പക്ഷേ എന്നെ ഇങ്ങനെ വിളിച്ച് ലാസ്റ്റ് ഞാൻ വന്നതാണ് കേട്ടോ. അല്ലാതെ വലിഞ്ഞേറി വന്നതല്ല. കരോള കുറേ പ്രാവശ്യം കൊണ്ട് ഇങ്ങനെ വിളിക്കണം, വാ എന്ന്. ലാസ്റ്റ് ഞാൻ വന്നതാണ്. നത്തിങ് ടു ഡിക്ലെയർ. ഞാൻ നമ്മുടെ എക്സിറ്റ് അടിക്കുകയാണ്. അയ്യോ, ഞാനിതിൻ്റെ ഇടയിൽ കുറച്ച് അബദ്ധം പറ്റി കേട്ടോ. ഞാൻ വേറെ ഭാഗത്തോട്ട് പോയി, എക്സിറ്റ് മാറിപ്പോയി. ഇനി സമയമില്ല, പെട്ടെന്ന് എനിക്ക് ഓടി ബസ്സിൽ പോകണം. ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. നമ്മൾ ഫ്ലിക്സ് ബസ്സിലാണ് പോകുന്നത്. ഓൺലൈനിൽ ബുക്ക് ചെയ്തില്ലെങ്കിലും ഇവിടെ ഓഫ്ലൈൻ എനിക്ക് തോന്നുന്നു തിരക്കില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരാൾ വന്ന് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതാണ്ട് ബുക്ക് ചെയ്തു. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 27.98, അതായത് 2,850 രൂപയുടെ അകത്ത്. ഞാൻ ആക്ച്വലി ഫ്രണ്ടിലെ സീറ്റിലിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് ഓൾറെഡി ഫ്രണ്ട് പോയി കേട്ടോ. ഇനി ഇവിടെ വല്ലതും ഇരിക്കാം. അവസാനം ഒരു 2.5 മണിക്കൂറുള്ള ജേണിയിൽ ഞാൻ നമ്മുടെ ഗ്രാറ്റ്സിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബസ് ഇവിടെ നിർത്തും കേട്ടോ. പിന്നെ കരോള വന്ന് പിക്ക് ചെയ്യും, അതാണ് പ്ലാന്. എന്നിട്ട് നാളെയാണ് കരോളയുടെ ആൻറ്റിയുടെ ബർത്ത്ഡേ. ഞാൻ സത്യത്തിൽ യുക്രൈന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. യുക്രൈൻ്റെ വിസ ഓൺലൈൻ വിസ അപ്ലൈ ചെയ്തു. ഇലക്ട്രോണിക് വിസയായിരുന്നു. യുക്രൈനിൽ ഓൾറെഡി പോകാൻ യുദ്ധത്തിനും സമയത്തിൽ എനിക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർ വിസ ഇല്ലായിരുന്നു നമുക്ക്. ഇപ്പോഴാണ് ഇലക്ട്രോണിക് വിസ ഒരു 2-3 മാസമായി. അപ്പോൾ ഞാൻ യുക്രൈന് പോകാൻ വേണ്ടിയുള്ള പ്ലാന് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പയ്യെ യുക്രൈനിലോട്ട് പോകും. I've been to Singapore like a few months ago. It's a very small country. Yeah. But it's nice, yeah. It's well organized, yeah. Yeah. Have you been to Singapore? Yeah, one time. Okay. In the 2009, but his parents live. ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ ഞാൻ ഹായ് പറഞ്ഞ ഒരു അമ്മച്ചിയെ പരിചയപ്പെട്ടു. Doris. Nice to meet you, Doris. Her son-in-law is from Kerala. പുള്ളിക്കാരിയുടെ മരുമോൻ കേരളത്തിൽ നിന്നാണ്. അതായത് കേരളത്തിൽ നിന്ന് ജനിച്ച പണ്ടത്തെ അവരുടെ അമ്മയൊക്കെ സിംഗപ്പൂരിൽ കുറേ മലയാളീസ് ഉണ്ടല്ലോ. അപ്പം അങ്ങനെ സിംഗപ്പൂരിലാണ് ആ ചേട്ടൻ ജീവിക്കുന്നത്. പുള്ളിക്കാരിയുടെ മകൾ കെട്ടിയത് സിംഗപ്പൂരിലുള്ള ആ മലയാളി റൂട്ടഡ് ആയിട്ടുള്ള സിംഗപ്പൂരിയനാണ്.
ഇവരുടെ ഹോഴ്സ് ആണ് കേട്ടോ. വാ, സോ ബ്യൂട്ടിഫുൾ. That's Vinod and my daughter. Okay, that's nice couple. Yeah. നമ്മളങ്ങനെ ഗ്രാസിലോട്ട് എത്തിയിട്ടുണ്ട്. Yeah, you too. Have a nice time. Thank you so much. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രാസ്. പുള്ളിക്കാരി പറഞ്ഞു കുറച്ച് ദിവസം നീ കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് മീറ്റൊക്കെ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. യെസ്, കരോള എത്തിയോ? കരോള എന്നെ വിളിക്കാൻ വേണ്ടി വരും. വീണ്ടും വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയ. ഏതാണ്ട് ഈ ഒരു ജന്മത്തിനെ തേടി. ഹലോ, ഗുട്ടൻ മോർഗൻ. Danke schön for coming. Bitte, bitte. For picking me up. How are you? Good. How are you? I'm good. Yeah? Very, very good. Very, very nice. Let's go. You okay? അങ്ങനെ കരോള എൻ്റെ സൈക്കിളിലാണ് കേട്ടോ വന്നത്. കിളി 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 കിളി. ഓ, തണുപ്പ് കേട്ടോ ഇവിടെ, തണുപ്പ്. Let's go. I I will sit. No, you drive, I sit. You are more heavy. It will break when you sit. No. No. Seriously, I think. You are too heavy. I don't want to ride. I'm tired. See? Okay. You will manage. You will manage. Go. You know, my mom, she said, അങ്ങനെ കരോളയുടെ വീട്ടിലോട്ട് പോവാണ്. hello. ഹലോ. വീട്ടിലോട്ട് പോവാണ്. നല്ല തണുപ്പ് കേട്ടോ. വീട്ടിലോട്ട് പോകുന്നു. നല്ല തണുപ്പാണ് കേട്ടോ. പോലീസാണല്ലോ. ഞാൻ No police. ഇറ്റ്സ് നോട്ട് പോലീസ്. ഓക്കെ, ഞാൻ വിചാരിച്ചു. ഓ മൈ ഗോഡ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് സൈക്കിൾ ഓടിയപ്പോൾ കയ്യിൽ നിൽക്കുന്നില്ല കേട്ടോ. ഗ്രാസ് ഭയങ്കര സൈലൻസ് സിറ്റിയാണ്. ഇപ്പോൾ ഞാനുള്ളത് ഗ്രാസിലോട്ടാണ് കേട്ടോ. ഗ്രാസിലാണ് ഇപ്പോൾ വന്നത്. വിയന്നയിൽ നിന്ന് 2-2.5 മണിക്കൂർ 200 കിലോമീറ്റർ ഉണ്ട് വിയന്നയിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. വന്ന ഉടനെ കൾച്ചറൽ ഷോക്ക് കേട്ടോ. കാരണം പെട്ടെന്ന് മറന്നുപോയി. ഇവിടെ സൈക്കിളിനും കാറിനും നടക്കാനൊക്കെ വേറെ ലൈനുണ്ടല്ലോ. ഞാൻ നടക്കാനുള്ള ലൈനിൽ കയറി അങ്ങ് പോവുകയാണ്, സൈക്കിളിൻ്റെ ലൈനിലൂടെ പോവാതെ. Oh my god, where are we? കരോളയുടെ വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. Oh, after long, what's your problem? After long time, this is for Tarzan. ടാർസന് കയറി പോകാൻ വേണ്ടിയുള്ള ഇതാണ് കേട്ടോ കെട്ടി വെച്ചിരിക്കുന്നത്. ഓ, എനിക്ക് വയ്യ, എന്തെങ്കിലും കഴിക്കണം. പ്ലീസ് ഗിവ് മീ ഫുഡ്. You will get food. Okay, let's go. Go away. So hast du immer stehen. അവളുടെ ഒരു ജർമ്മൻ. നമ്മുടെ ഓട്ടത്തിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ ഇവിടെ തൂക്കിയിട്ടേക്കുന്ന. ഓ, ഒലീവ് ഓയിൽ. Olivenöl. ഒലീവ് ഓയിൽ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറച്ച് ഇതെല്ലാം ഡംസ്റ്റർ ഡൈവിംഗ് ആണ് കേട്ടോ. ഡംസ്റ്റർ ഡൈവിംഗ് ഫുഡ് എല്ലാം ഡംസ്റ്റർ ഡൈവിംഗ് എന്തൊക്കെ എടുത്ത് നമ്മൾ ചൂടാക്കി. വിശക്കുന്നു കേട്ടോ. ഇവിടെ മീന്, നല്ല വിശപ്പ്. ബസ് 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 മീൻസ് ഇനഫ് റൈറ്റ്? Passt. Pass. Nein, passt noch nicht. Noch ein bisschen mehr. Fick dich, Carola. Du musst ein bisschen bessere Schimpfwörter lernen. Das ist ein bisschen dummes Schimpfwort. എന്താ ഒന്നും പറഞ്ഞ മനസ്സിലായി. ഇവിടെ നമ്മുടെ മോസറല്ലയും ടൊമാറ്റോയും. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ഓസ്ട്രിയൻ നൂഡിൽസ് ആണ് കേട്ടോ. ഇത് ഒരു സ്വീറ്റ് എന്താണ്, ഒരു പുളിവെള്ളം പോലെ കേട്ടോ. പുളിവെള്ളം പോലെ. ഇവിടെ ബ്രോക്കോളിൻ, പൊട്ടാറ്റോ, സാൽമൺ, Some other fish. വേറെ ഏതോ ഒരു ഫിഷ്. Nice. Josie? Man, long time no seen. Wow. How are you? You look so different. I do, yeah. I got long hair. Wow. Looks so nice. Thank you, man. How are you? Since when you here, man? Just came now. Surprises? No. Because I didn't know you were coming. Like, I know you were coming. Josie, how are you? I'm good, man. ജോസി മാൾട്ടയിലുണ്ടായിരുന്നു 1 മാസം മുന്നേ. ഞാൻ മാൾട്ടയിൽ നിന്നാണ് വന്നത്. ഇതാ ടാറ്റു, മാൾട്ട ടാറ്റു. How did you like Malta?
Was good. I really enjoyed it. You went for swimming? Of course. We should go next And time cliff Malta diving. together too. Yeah. Of course, man. അവന് മാൾട്ടയിൽ നിന്ന് ഇപ്പോൾ 2 മാസം മുന്നേ മാൾട്ടയിലുണ്ടായതുകൊണ്ട് ജോസി അവൻ്റെ ഒരു ഇതിന് വേണ്ടി പോയത് സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം. This one. Wow. Yeah, this one. Wow. You got this one as well. Yeah. ചെവിയിൽ ഇതൊക്കെ ഇട്ടോ. Oh my god, Yuval. Oh my god. Is the camera on? Yes, it is on. almost not touch this. It's like a 1 kg. Oh my god. It's way more than 1 kg. Oh. Mehr als 1 Kilo? ഇവൻ ജിമ്മിലാണ് കേട്ടോ ഇപ്പം. Safe. യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോയിൻ ചെയ്തു. I will do something. Do like this. Auf jeden Fall 10. Nein, ist er hat nicht eingekauft. Also look at this ass. It's also really big. Wer schaut dir das an? ഞാൻ വന്നിട്ട് റെസ്റ്റ് എടുത്ത പോലുമില്ല. ഞാനിവിടെ പണിക്ക് കേട്ടോ. ഇവിടെ പെയിന്റ് അടി. ഡാനിയൽ. Yes? Ja? Wo bist du, Daniel? Ich bin hier in Graz, Österreich. Ah. Streichen. Okay. Painting roof. Ich mach Reisen. Ja. Ich mach Reisen. അപ്പോൾ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരോളയുടെ അമ്മയൊന്നും വന്നില്ല ഇതുവരെ കേട്ടും പുറത്താണ് കേട്ടോ. ഇവിടെ ഇവർ വിൻ്റർ ആകുമ്പോൾ മഞ്ഞൊക്കെ വരില്ല, അതുകൊണ്ട് ഇവർ കോട്ടടിക്കുന്ന പരിപാടിയാണ്. നല്ല തണുപ്പ്. കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ട് പിന്നെ കരോളയുടെ അമ്മ വന്നു, കരോളയുടെ അച്ഛൻ വന്നു. പിന്നെ രാത്രി ഇവിടെ ഓട്ടം ആയതുകൊണ്ട് പംകിൻ സൂപ്പ്, പംകിനെ ബ്ലെൻഡ് ചെയ്തിട്ട് അതിനെ സൂപ്പായിട്ട് ചൂടാക്കി കുടിക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ മുന്തിരിയൊക്കെ ഉണ്ടായിരുന്ന വളർന്ന കേട്ടോ. മുന്തിരിയൊക്കെ ഞാൻ കഴിച്ചു. ഗുഡ് മോർണിംഗ്. Good morning, Ravile. രാവിലെ അതിരാവിലെ. It's okay. You also want to be in the You video? can say hi. Hello. ഹലോ. ഇത് കരോളയുടെ ആൻറ്റിയുടെ മോളാണ് കേട്ടോ. കരോളയുടെ ആൻറ്റിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഞാൻ വന്നത്. ജോസി മോർണിംഗ്. Hello, sir. ഗുഡ് മോർണിംഗ്. Ravile. Ravile. Can you say Ravile? അതിരാവിലെ. Addi Ravile. I can't like. രാവിലെ. മോർണിംഗ്. രാവിലെ. നല്ല തണുപ്പുണ്ട്. നമ്മളെല്ലാവരും കൂടെ. It's not even that cold. Nana Danupa, it's cold, right? Not cold. ഇവൾക്ക് എല്ലാം മലയാളം അറിയാം കേട്ടോ. Jude. No. It's broken. Yeah. It's with my horse. It's got broken. So ഇനിയിപ്പോ nearly out of നടക്കാൻ battery. വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോവാണ്. It's okay. 19%. 18% ബാക്കിയാണ്. Baba, you wanna say hi? You wanna say hi? Of course. ഇതാണ് കേട്ടോ ബാർബറ. To whoever I now say hello. അന്ന് ബാർബറയായിട്ട് നമ്മൾ മാസ്ട്രിച്ച് നമ്മുടെ നെതർലാൻഡ്സിൽ പോയിട്ട് ഇന്ത്യൻ ഭക്ഷണമൊക്കെ കഴിച്ചത് പല ആൾക്കാർക്കും അറിയായിരിക്കും. ഈ ആൻറ്റിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് കേട്ടോ വന്നത്. അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. Sorry, today is your birthday, right? No, tomorrow. No, tomorrow. Tomorrow. Okay, Birthday. advance birthday wishes. Yeah. No. Sehr very. Say good. Sehr gut means It's very good. very nice. Sehr. Hello, Mama. Say hi. Hi. Good morning. Good morning. Oh, what a wonderful day today. നമ്മൾ ഇത് നടക്കാൻ വേണ്ടി പോവാണ്. Nice to see you after a long it's time. so nice, Imagine that you are in Graz again. We are so happy and please thank you. Danke schön. Nice to see you again is schön. Schön, I forgot. I knew that. Schön. Nice. Or pretty. Schön. You can also say, du bist schön is you are pretty. Du bist schön. No, nice. That's good. നമ്മളിവിടെ ടൂർ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരു ടൂറാണ്, ഇവിടുത്തെ സ്ട്രീറ്റ് ടൂർ കാണിക്കുവാണ്. ഇവരൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. Say hi, please. Hello. Morning. Everything going? Everything good after a long time. Formula this morning. So what do you think? Everything. You have a new camera or what? Yeah, it's camera. Yeah. You didn't see that last time? No. How is the mic? Wow. At 12 o'clock. It's the sound. ഇവിടെ എല്ലാ ദിവസവും Not an alarm. 12 മണിക്ക് സാറ്റർഡേ ഇവിടെ സൗണ്ട് കേൾക്കും കേട്ടോ. അതിൻ്റെ ഇതാണ്. എനിക്ക് കുറച്ച് മുമ്പ് എന്തോ ഇവിടെ അലേർട്ടിൻ്റെ ഒരു മെസ്സേജൊക്കെ വന്നായിരുന്നു. അത് പോയോ കേട്ടോ. ഇവിടെ സൗണ്ട് കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ അടിക്കൂലേ, അതുപോലത്തെ ഇത് തന്നെയാണ് കേട്ടോ. വെറുതെ ടെസ്റ്റിന് വേണ്ടി അടിക്കുന്നതാണ്. ഞാൻ എൻ്റെ യുക്രൈൻ വിസ കിട്ടിയല്ലോ. യുക്രൈൻ വിസയിൽ കിട്ടിയിട്ട് യുക്രൈൻ പോയാൽ ഇതുപോലെ ആയിരിക്കും കേട്ടോ എല്ലായിടത്തും സൗണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ നടക്കുമോ ഇവിടെ.
നല്ല സൂര്യനുണ്ട്, അതിനോടൊപ്പം ചെറിയ തണുപ്പും. നമ്മളിവിടുത്തെ ഒരു കാസ്റ്റിലോട്ട് നടന്നു വന്നതാണ്. കരോളയുടെ അമ്മ ഇവിടെ എന്തോ അവരുടെ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു സൈക്കിളിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഇവിടെ മറ്റേ കുട്ടികളെ തള്ളിക്കൊണ്ടു പോകുന്ന സൈക്കിൾ ഇതൊക്കെ 25% ഓഫ് അല്ലേ? ഓഫ് എന്ന് പറഞ്ഞാൽ അയ്യോ ഇതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എന്തോ ആണ്. ജർമ്മൻ ആക്ച്വലി നമ്മൾ ഇംഗ്ലീഷ് അറിയാമെന്നുള്ളവർക്ക് ഇങ്ങനെ വായിച്ച് ഈസി ആയിട്ട് പഠിക്കും കേട്ടോ. കാരണം ഇംഗ്ലീഷുമായിട്ട് വളരെ താരതമ്യമുള്ള വാക്കുകളാണ് കേട്ടോ ഫുള്ള് ജർമ്മനിയിൽ. Begnadeter Botaniker. Der hat sich hier verirrt. ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണോ? ഇവിടെ പട്ടിയെ കൊണ്ടുവരുന്നവർക്ക് അപ്പിയിടാൻ വേണ്ടി താണ്ടേ അവരുടെ ഗ്രാസ് മുനിസിപ്പാലിറ്റി വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ. പട്ടിയിൽ അപ്പി എടുക്കാൻ വേണ്ടിയുള്ള പ്ലാസ്റ്റിക് കവറുകളാണ്. Für Hundescheiße ist das. ആ Das ist that is for for os Hund. Das ist of Hund für 4 Hundescheiße. 4 und ഓ ജർമ്മൻ പഠിക്കാൻ ഭയങ്കര പാടാ. ഇതാണ് ഇവിടുത്തെ കാണുന്നത് സ്ലാസ്ബർഗ് എന്ന് പറയുന്ന ഒരു മല. സ്ലാസ്ബർഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഇവിടെ ഉള്ള മലയിലുള്ള ഒരു കാസ്റ്റിലാണ് കേട്ടോ. നമ്മുടെ ഗ്രാസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതാണ്. ഹലോ ഓക്കെ I think we should climb this. Just arrived there. I saw Yeah. passengers climbing out. ആളുകൾ മറ്റേ ഇതിൽ കയറി പോകുന്നതാണ് കേട്ടോ. അതിൻ്റെ ഒരു ലൈനാണ്. ഇവിടെ ഇതുപോലുള്ള ട്രെയിലുകളുടെ ഇടയിൽ നമുക്ക് ഇരിക്കാനും അതാണ്ടേ വ്യൂ ഒക്കെ നോക്കി ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ട്രെയിലുകളാണ് കേട്ടോ. ഞാൻ ഈ ട്രെയിലൊന്നും 4ാമത്തെ തവണയാണ് ഞാൻ ഈ രാജ്യത്ത് വരുന്നത്. പക്ഷേ ഇതുവരെയ്ക്ക് അടിപൊളി വന്നിട്ടില്ല. പിന്നെ മുകളിൽ കയറിയിട്ടുണ്ട്, പക്ഷെ നടന്നിങ്ങനെ വന്നിട്ടില്ല. താഴെ നമ്മുടെ ഗ്രാസിൻ്റെ മലകളും ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ് കാണുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ദൃശ്യം. കണ്ടില്ലേ? വാവ്. ആ കാണുന്നത് ഇവിടുത്തെ ഒരു ആർട്ട് ഹൗസ് ആണ് കേട്ടോ. അതായത് ഒരു മ്യൂസിയം ഒക്കെ പോലെ, എക്സിബിഷൻ സെൻ്ററൊക്കെ പോലെ. ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. വാവ്. ഇതാണ് ഇവിടുത്തെ മൂർ റിവർ. മൂർ നദിയാണ് കേട്ടോ. ഗ്രാസിൻ്റെ സെൻറ്ററിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ മൂർ റിവർ. സോ ഇവിടെ ഫുൾ അലാമാണല്ലോ ഇന്ന്. എന്തോ പ്രശ്നമുണ്ട്. കരോള ബോംബ്. No, they're just practicing in case of an emergency if everything works. Yeah, that's it. അവര് എല്ലാം വർക്കാവും. First weekend in October. The first weekend in October. ഒക്ടോബർ they always check. The first weekend. ഒക്ടോബർ ഫസ്റ്റ് വീക്കെൻഡിൽ ഇവർ ചെക്ക് ചെയ്യും സംഭവം. പിന്നെ മാത്രമല്ല ജർമ്മനിയിൽ ഒരു ബോംബ് ത്രെഡ് ഒക്കെ ഉണ്ടായി. Austria. No, I said in Germany there was a bomb threat. Oh, in Oktoberfest. ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ജർമ്മനിയിൽ ഭയങ്കര പ്രസിദ്ധമാണ്. അതായത് ആളുകളെല്ലാം ബിയർ കുടിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ. ഫെസ്റ്റിവൽ ഓഫ് ബിയർ, റൈറ്റ്? കൈൻഡ് ഓഫ്. ആളുകൾ വന്നിട്ട് വലിയ ഇതിൽ ബിയർ കുടിച്ച് ഡാൻസും പാട്ടും അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഒക്ടോബർ ഫെസ്റ്റ്. ജർമ്മനിയിൽ പലയിടത്ത് പോയാലും കാണാനായിട്ട് സാധിക്കും. ഈ സൗണ്ട് അയ്യോ. ഇവിടെ നിന്ന് ഈ ടൈലുള്ള നമ്മുടെ ഓടിട്ട ബിൽഡിങ്ങുകൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് Climb? Yeah, let's do. Oh ja, we can. ജോസഫ് പോലിനെ അറിയാട്ടോ അവിടെ. Ja, wir haben einfach zur Zeit gechillt. Es ist echt ജോസഫ് സ്പൈഡർമാൻ. Spider-Man. ഇതാ കണ്ടില്ലേ? ഇതുപോലെ ഫോണിൽ വെറുതെ അലേർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് ആളുകൾ നടന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കയറുന്നത്, നടന്നു വരാനൊക്കെ. ഇവിടെ ആളുകൾ പ്രണയിക്കുന്നവരാണ് കേട്ടോ. Is there anything special, Mama, here? Yeah, the lovers, they put it here, you know? Yeah. But do they believe that it's just fun? Sigrid und Kevin. ഇവിടെ ഓരോ ആൾക്കാരെ കണ്ടില്ലേ? Secret? And Kevin. Sigrid und Kevin. Secret and Kevin. Okay, it's a name. സീഗ്രിദും കെവിനും അങ്ങനെ പല ആളുകൾ കേട്ടോ ഇവിടെ. Und Kevin. എവിടെയൊക്കെ കണ്ടില്ലേ? ഐ ലവ് യു 28/2020 സാൻഡ്രയും റനയും. വാവ്. ഇവിടെ ഫുള്ള് ഇങ്ങനെ എഴുതിയിട്ടൊക്കെയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ആളുകളാണല്ലോ. നല്ല മനോഹരം. നമ്മുടെ നീലക്കുറിഞ്ഞിയൊക്കെ പോലുള്ള ഇത് കേട്ടോ.
Where is your vlogging, bro? Man, Your Kerala followers waiting for you. Huh? I think you cooked me. You, but what I did? I only have Kerala fans now. അവൻ യൂട്യൂബ് തുടങ്ങി. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അവൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തു. ഞാൻ ഷെയർ ചെയ്തില്ല. Nobody cares about the rest. അല്ലാതെ വെറുതെ തന്നെ ആൾക്കാർ അവൻ്റെ യൂട്യൂബിൽ കയറി കുറേ പേര് ഫാനായി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അവന് ഇഷ്ടപ്പെട്ടില്ല. അവന് ജർമ്മൻ ഫോളോവേഴ്സ് തന്നെ വേണം. അതുകൊണ്ട് അവൻ ഇപ്പോൾ യൂട്യൂബ് നിർത്തി കേട്ടോ. നമ്മൾ നടന്ന് നമ്മുടെ സ്ലോസ്ബർഗിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സമയം നോക്കുന്ന നമ്മുടെ ക്ലോക്ക് ടവർ. ഇത് ഇവിടെ നമുക്ക് മുകളിൽ ഇരുന്നിട്ട് മനോഹരമായിട്ടുള്ള ഈ ഒരു നഗരത്തിൻ്റെ വ്യൂ ആണ്. മനോഹരം കേട്ടോ. ഇവിടെ ചെറിയൊരു ഗാർഡൻ. യു ജംപ്. ഐ കം ആഫ്റ്റർ യു ബ്രോ. ജംപ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു മലയിൽ ഒരു പ്രൈവറ്റ് വീടുണ്ട് കേട്ടോ. ആ പുള്ളിക്കാരൻ്റെ ഭാഗ്യം. പുള്ളിക്കാരന് പുള്ളിക്കാരന് നല്ല പൈസ കൊടുത്ത് ഇത് റെന്റ് ചെയ്യാം കേട്ടോ. Man sieht sich von der anderen Seite. ഇത്രയും വലിയ ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷനിൽ ഒരു പ്രൈവറ്റ് ഹൗസ്. പുള്ളിക്കാരെ ഇവിടെ താമസിക്കുന്നില്ല. കണ്ടില്ലേ, ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഏകദേശം 14ാം സെഞ്ചുറി മുതലുള്ള 13-14 സെഞ്ചുറി മുതലുള്ള ഒരു ക്ലോക്ക് ടവറാണ് ഈ സ്ലാസ്ബർഗ് മൗണ്ടൻ്റെ മുകളിലുള്ളത്. ഇതെന്ന് പറയുമ്പോൾ 28 മീറ്ററാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ മണിക്കൂർ സമയങ്ങൾ അളക്കാൻ വേണ്ടി കണ്ടില്ലേ, മണിക്കൂറുകളും മിനിറ്റുകളും അളക്കാൻ വേണ്ടി ആയിട്ടുള്ള മലയുടെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മുടെ ഫയർ അലാറം ഇല്ലേ, നമ്മുടെ തീ പിടിക്കുമ്പോഴൊക്കെ ഇവിടെ നിന്ന് ഒരാൾ നോക്കിയിട്ട് ഇങ്ങനെ ഹൂന്ന് ഒരു സംഭവമാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. Look, I show you something. ജോസി എന്തോ കാണിക്കാൻ വേണ്ടി പോവാണ്. What do you want to show me? വാവ്, ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ചെറിയൊരു റെസ്റ്റോറൻറ്റോ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്ത്. പിന്നെ ഇങ്ങോട്ട് നമുക്ക് താഴോട്ട് നടന്നിറങ്ങിയിട്ട് എന്തോ കാണാനായിട്ട് സാധിക്കും. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ ആളുകളൊക്കെ വന്ന് നോക്കുന്നുണ്ട്. വാവ്, അടിയിലെന്തോ മ്യൂസിയം പോലെയാണ് കേട്ടോ. അടിയിലെ പഴയ ഇതിനെ മ്യൂസിയം പോലെ എന്തോ അവർ ഷോ ആക്കി വെച്ചിരിക്കുകയാണ്. Leave it, come on. Hey, we wanted to get those grenade apples. Pomegranates. Das kann gar nicht sein. Granate Apple. Na, dann gebe ich dir mal einen. Du kannst halten. Ich bin echt, jetzt bin ich drin. Wow, I can do it again. wow. Du solltest, also du kannst du überall Pizza. നമ്മളങ്ങനെ ഗ്രാസിൻ്റെ നഗരഭാഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. So vegane. Ich hätte gerade gedacht, dass du. ചുപ്പ്. Seit wann isst du ഇതാണ് Thunfisch? ഇതാണ് കേട്ടോ നമ്മുടെ Voll eklig. ബ്രോ ബൈ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രാസിൻ്റെ നഗരഭാഗങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി കുറേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുറേ ആളുകൾ തന്നെ റെസ്റ്റോറൻറ്റൊക്കെ ഓപ്പൺ ആയിട്ട്. ഇവിടെ വിൻ്റർ വരുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. സമ്മറിനാണ് കൂടുതൽ ആളുകൾ പുറത്തോട്ട് ഇറങ്ങുന്നതും ചില്ലാനായിട്ടൊക്കെ കൂടുതൽ ഒരുമിക്കുന്നത്. നമ്മളെ നഗരഭാഗത്തോടെ തന്നെ അവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടോ. അത് ഇവിടെ പണ്ട് ഒട്ടോമക്കാർ തുർക്കിക്കാർ ഇവിടെ വന്നായിരുന്നു. തുർക്കിക്കാർ ചിക്കൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കത്തിയും കൊണ്ട് ചാടി പിടിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ. അതെന്തോ ഇവര് പഴയ എന്തോ കള്ളക്കഥയോ എന്തോ ഉണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത്. We bring you bring an Indian guy, then we replace him. we place an Indian guy, no Turk. ഈ കാണുന്നതാണ് ഇവരുടെ ചെറിയൻ ക്ലോത്ത്സ് ആണ് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ലോക്കൽ ട്രഡീഷണൽ ക്ലോത്ത്. Madam. One day I will wear and I will surprise you. Yeah, you always surprise me. I expect surprise like this. ഒരു ദിവസം ഇവരുടെ ലോക്കൽ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് സർപ്രൈസ് ചെയ്യണം. അവിടെ കുറേ ആൾക്കാർ മ്യൂസിക്. Some local musicians also. വാവ്. Let's stay in the Wow.
ഇത് നമ്മുടെ കരോളയുടെ വേറൊരു ആൻറ്റിയാണ് കേട്ടോ, അവർ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരും, കുറേ ആൾക്കാരും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി അടിപൊളി. Come on. ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ഗ്രാസിലെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി, ഓൾഡ് യൂണിവേഴ്സിറ്റിയാണ്. This is the theater. ഇവിടെ നമ്മുടെ ഒരു തിയേറ്ററൊക്കെ ഉണ്ട്. ഇത് മൂവി തിയേറ്റർ അല്ല, ഇവിടെ പ്ലേസ് ഒക്കെ നടക്കുന്ന ഒരു തിയേറ്ററാണ്. മാത്രമല്ല നമ്മുടെ ഗ്രാസിൽ 60,000 സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. കാരണം 4 യൂണിവേഴ്സിറ്റികളുണ്ട്, മെഡിക്കൽ, ടെക്നിക്കൽ, അങ്ങനെ പല യൂണിവേഴ്സിറ്റികളായിട്ട് പല രാജ്യങ്ങളിൽ, ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് പല രാജ്യങ്ങളിൽ നിന്നും. പിന്നെ യൂറോപ്യൻ യൂണിയനിൽ തന്നെ പല രാജ്യത്തു നിന്നൊക്കെ പല സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്ന ഒരു നഗരം കൂടിയാണ്. നമ്മുടെ മലയാളി കുട്ടികളൊക്കെ കുറേ പേരുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ 051 59ാമത്തെ പൈപ്പാണ് കേട്ടോ. ഇവിടെ how many taps are there? 150. Yeah, and this is the number 51. ഇത് 51, 150 ഇതുപോലത്തെ പൈപ്പ് ഇവിടെ ഉണ്ട്. One on top of the castle hill, like places you are often. Like next to there's the bike way next to the river. More. There also like every few kilometers. എല്ലാ കിലോമീറ്ററുകൾ, കുറേ കിലോമീറ്ററുകൾ അനുസരിച്ച് ഈ ഒരു പൈപ്പ് ഉണ്ട്. Playgrounds. There's always. ഈ കാണുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ കയറി പോകുന്ന സ്റ്റെയർ കേസ്, ഒറ്റ സ്റ്റെയർ കേസുകളല്ലേ. ഇത് ഡബിൾ സ്റ്റെയർ കേസുകളാണ്. ഇവിടെ നിന്ന് ഒരാൾ കയറിപ്പോയിട്ട് ഇവിടെ നിന്ന് ഒരാൾ കയറിപ്പോയി ഇവർ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ കിസ് ചെയ്യണമെന്നാണ് പറയുന്നത്. കൊള്ളാം കേട്ടോ. ഇങ്ങനെ കയറിപ്പോയി ഇങ്ങനെ കയറിപ്പോകുമ്പോൾ കിസ്. കൊള്ളാം കേട്ടോ, കൊള്ളാമല്ലോ. ഇവിടുത്തെ ഈ ഒരു ആർക്കിടെക്ചർ കൊള്ളാം കേട്ടോ. ഡബിൾ സ്റ്റെയർ കേസ്. ഓൾമോസ്റ്റ് അവിടെ കുറേ ആൾക്കാർ ഓൾറെഡി കയറിപ്പോയി നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാനായിട്ട്. ഇവിടുത്തെ നമ്മുടെ കാർപ്പൻറ്റേഴ്സ്, ഇവർ കാർപ്പൻറ്റേഴ്സ് ആണ് കേട്ടോ. അവരുടെ എങ്ങനത്തെ ഡ്രസ്സാണ് ഇവിടെ കാണാൻ സാധിക്കും. വാട്ട് ആർ ദേ എക്സാക്ട്ലി ഡൂയിങ്? It's kind of a thing, once you complete your studies as a carpenter, it's kind of a tradition that you're not allowed to return to your home village for, I don't know the exact time, maybe 2 years, and then you travel around and gain experience. Wow. I was actually thinking you were not allowed to enter, and that's what they're doing, they're basically traveling, and they got invited to our house. My dad invited Actually, them. very cool tradition, like to first gain experience. Wow. Like So they finished the studies. Job. Wow. It makes actually a lot of sense. അതായത് കാർപ്പൻട്രി പഠിച്ച് ഇറങ്ങിയ 2 സ്റ്റുഡൻസ് ആണ് അവർ ഈ പഠിത്തം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അവരുടെ ഹോം വില്ലേജിൽ പോയിട്ടുണ്ട്. 2 വർഷത്തോളം അവരിങ്ങനെ കറങ്ങി നടന്നിട്ട് കാർപ്പൻട്രിയെ കുറിച്ച് കൂടുതൽ എക്സ്പീരിയൻസുകൾ നേടണം. അതായത് കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ തണിപ്പടികൾ, മനസ്സിലായില്ലേ? അങ്ങനെ കറങ്ങി നടക്കുവാണ്. ഇതാണ് കാർപ്പൻട്രിയുടെ ഡ്രസ്സ്. ജർമ്മനിയിലും ഓസ്ട്രേലിയയിലൊക്കെ അങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്. സോ യു ഇൻവൈറ്റഡ് ദം? Yes. വാവ്,
അങ്ങനെ കരോളയുടെ അച്ഛൻ അവരെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, അവർ കറങ്ങുവാണ് കേട്ടോ. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നല്ല രസം. 2 വർഷത്തോളം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി ചിലപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസുകൾ നേടാം. അത് പണ്ടത്തെ ട്രഡീഷനാണ്. ഇപ്പോഴെന്ന് പറയുമ്പോൾ അവർ കറങ്ങുമ്പോൾ ഏതെങ്കിലും വേറെ ഇങ്ങനെ വർക്ക്ഷോപ്പുകളിലോ അങ്ങനെയൊക്കെ പോയി എക്സ്പീരിയൻസുകൾ നേടി അങ്ങനത്തെ ഒരു സംഭവമായിരിക്കണം. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പഴയ യൂണിവേഴ്സിറ്റി. ഞാൻ പറഞ്ഞില്ലേ, പഴയ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പണ്ട് ഇവിടെ മതപഠനവും ഇപ്പോൾ പണ്ടത്തെ പ്രീസ്റ്റൊക്കെ പഠിച്ച് പള്ളിയിലച്ചന്മാരൊക്കെ പഠിച്ചിറങ്ങുന്ന ഒരു ഇതാണ് കേട്ടോ. അവിടെ അവർ പള്ളിയിലെ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ബാക്കി സയൻസ് കാര്യങ്ങളെല്ലാം പഠിക്കും. നമ്മുടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നമ്മുടെ പണ്ട് പൂജാരിമാർക്ക് പഠിക്കുന്ന സ്ഥലങ്ങളില്ലായിരുന്നു. അതുപോലെയൊക്കെ ഇവിടുത്തെ പണ്ടത്തെ പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ വിൻ്ററിലുള്ള സ്നോമാനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇവിടെ കുട്ടികൾ ഇത് നിർമ്മിക്കുമ്പോൾ സാധാരണ മൂക്കിന് പകരം ക്യാരറ്റാണ് വയ്ക്കുന്നത്, ചാർക്കോളാണ് കണ്ണിന് വയ്ക്കുന്നത്, ഇതാണ് തലയിൽ ഇങ്ങനെ വയ്ക്കുന്നത്. അത് അതുപോലെ വെച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ സ്നോമാൻ. He's looking into his future. His future, why in the water? Okay, he will melt. അതായത് സ്നോമാന് ഭാവിയാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചൂടാകുമ്പോൾ അത് ഉരുകി വെള്ളത്തിലല്ലേ പോകുന്നത്. അപ്പോൾ അവൻ്റെ ഫ്യൂച്ചർ നോക്കി നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. കരോള ടൊയോട്ടോ ഇസ് ഡ്രൈവിംഗ്. കരോളയ്ക്ക് ലൈസൻസ് ഇതുവരെ കിട്ടിയില്ല കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഗ്രാസിൻ്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ. ആ കാണുന്നത് നമ്മുടെ മൂൺ, ആ കാണുന്നത് നമ്മുടെ ഗ്രാസ് ആണ് കേട്ടോ. വാവ്, നമ്മുടെ ഗ്രാസ് ഇത്ര വലിപ്പമുണ്ടെന്ന് ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഭക്ഷണശാലയിലോട്ടാണ് വന്നിട്ടുള്ളത്. ഹലോ, ഗുട്ടൻ ടാക്ക്. ഗുട്ടൻ ടാക്ക്, റൈറ്റ്? Gute Nacht. ഞങ്ങളങ്ങനെ ഗ്രാസിന്റെ മുകൾ ഭാഗത്ത്. ദിസ് ഈസ് അബൌട്ട് ദ ഗ്രാസ്. ദിസ് ഈസ് ദ ഗ്രാസ് ടോപ്പ് വ്യൂ. Top view, top restaurants for top guys like you. ഈ കാണുന്ന കണ്ടില്ലേ, മനോഹരം കേട്ടോ. വാവ്, ഇവിടുത്തെ ലൈറ്റ് ഇതൊക്കെ നോക്കിയേ. കൂടുതൽ അർബൺ ഏരിയാസ് ആണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് നമ്മൾ ഓടിട്ട പഴയ കെട്ടിടങ്ങൾ കാണാം. അതാണ് നമ്മുടെ പഴയ സിറ്റി സെൻറ്റർ. പിന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗ്രാസ് നഗരമാണ് കേട്ടോ. You have to wait for the. Sepp. Nein. Okay, we have a word. Birthday to you. Happy birthday. Happy birthday to you.